ഓക്കെ, അപ്പോൾ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സും. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ഫങ്ഷൻസ് ദേ ഹാവ് 5 ടൈപ്സ് ഓഫ് റേഷ്യോസ്. ദേ ആർ ലിക്വിഡിറ്റി റേഷ്യോസ്, ദെൻ ലീവറേജ് റേഷ്യോസ്, ദെൻ ആക്ടിവിറ്റി റേഷ്യോസ്, then profitability ratios. The last ratio is market test ratio. അപ്പോൾ നമ്മൾ ഫങ്ഷൻ അല്ലെങ്കിൽ നാച്ചുറിൻ്റെ ബേസ് ചെയ്തിട്ട് റേഷ്യോ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ലാസ്റ്റ് റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ പറയുന്നതെന്ന്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആർ യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഷെയർസ് ആൻഡ് സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ അതേപോലെ തന്നെ ഷെയറിനെയും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ പറയുന്ന, അതായത് ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് അതിനെ കുറച്ച് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് എത്രയാണ് ബുക്ക് വാല്യൂ ഓഫ് ഷെയർ, ദെൻ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി, അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ മുകളിലുള്ള റിട്ടേൺ, ഒരു ഇക്വിറ്റി ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ്, അതേപോലെ തന്നെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അതുപോലെ ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഈ ഫാക്ടേഴ്സൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു മാർക്കറ്റിലെ ഷെയറിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഷെയറിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെല്ലാം വേരിയേഷൻസ് ആണ്, ഏതെല്ലാം രീതിയിലാണ് ഷെയറിനെ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. Okay, market test ratios are also known as investors ratio or stock market ratio or market valuation ratios. Market test ratiosനെ വിളിക്കുന്ന വേറെ പേരുകളാണ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ, സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോ, മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ. ഇൻ കേസ് കമ്പനിക്ക് നല്ല പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് കാണിക്കുന്നത്, നല്ല സോൾവൻസി റേഷ്യോ ആണ്, അതായത് കമ്പനി പ്രോഫിറ്റബിൾ ആണ്, അതേപോലെ തന്നെ സോൾവൻ്റ് ആണ്, നല്ല ടേൺ ഓവർ റേഷ്യോസൊക്കെ ഹൈലി അല്ലെങ്കിൽ ഗുഡ് ആണെങ്കിൽ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസും എന്തുതന്നെയായിരിക്കും, ഹൈ ആയിരിക്കും. ഇഫ് എ ഫേംസ് പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി ആൻഡ് ടേൺ ഓവർ റേഷ്യോസ് ആർ ഗുഡ്, then the market test ratio will be high and its share price is expected to be high. അപ്പോൾ അതിലെന്താ മെൻഷൻ ചെയ്യുന്നത്, പർട്ടിക്കുലർ ഷെയറിന് പ്രൈസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉള്ള ഫേം ആണെങ്കിൽ, കമ്പനി ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഷെയർ പ്രൈസ് എന്ത് ചെയ്യാം, കൂട്ടാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് ഈ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ദ വാല്യൂ ഓഫ് ഷെയർസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് വാല്യൂ ഓഫ് ഷെയർ, ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർസ്, ഏർണിങ്സ് പെർ ഷെയർ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എക്സെട്ര. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പം എന്താണ്, ഇത്രയും ഫാക്ടേഴ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, വാല്യൂ ഓഫ് ഷെയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏർണിംഗ് പെർ ഷെയർ, അതായത് EPS എന്ന റേഷ്യോ പറയുന്നുണ്ട്, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഏർണിങ്സ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഇത്രയും റേഷ്യോസ് എന്തിൽ വരുന്നുണ്ട്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഏത്, ഏർണിങ്സ് പെർ ഷെയർ, EPS എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ ഒരു റേഷ്യോ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് EPS ആണ്, ഏർണിംഗ് പെർ ഷെയർ. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർ. അപ്പോൾ ഈ റേഷ്യോയിൽ പറയുന്നത് ഓരോ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിലും അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. അപ്പോൾ ഇവിടെ എന്തുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്.
അപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഷെയർസ് ഉണ്ടാവും അല്ലേ, ഒരു കമ്പനി ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അതിൽ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ് EPSൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏർണിംഗ് പെർ ഷെയർ 1000 ഷെയർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഷെയറിന് എത്രത്തോളമാണ് ഏർണിങ്സ് കിട്ടുന്നത് എന്നാണ് EPSൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയുക, ഒരു കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റാണ് ഉള്ള എല്ലാ ഇക്വിറ്റി ഷെയർസിലേക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹിയർ നെറ്റ് പ്രോഫിറ്റ് ഇസ് ദ ഫൈനൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കഴിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടും. അതും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും ഒഴിവാക്കണം, ടാക്സും മൈനസ് ചെയ്യണം. അതേപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻറ്റും കൂടി കഴിച്ചിട്ട് ബാക്കി വരുന്ന നെറ്റായിട്ടുള്ള പ്രോഫിറ്റാണ് ആർക്കുള്ളത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അപ്പോൾ ആ പ്രോഫിറ്റാണ് നമ്മൾ ഇവിടെ EPS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഹിയർ നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ ഫൈനൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ടാക്സും കൊടുത്ത് പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് നോക്കാം ദ സിഗ്നിഫിക്കൻസ് ഓഫ് EPS. EPS മെഷേഴ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി ഫ്രം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കമ്പനിക്ക് അവരുടെ ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് എത്രയാണ് അതാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. എന്നുവെച്ചാൽ എത്രത്തോളമാണ് ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കഴിയും. ഇൻ കേസ് EPS ഹയർ ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ വിൽ ബി ഹയർ ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നല്ല ഏർണിങ്സ് ആണ് ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്നതെങ്കിൽ ആ ഷെയറിന് മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ദസ് ഇറ്റ് ഈസ് എ ഗുഡ് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. ദിസ് റേഷ്യോ ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റേഴ്സിന് ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റേഷ്യോ, ഒരു മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ് ഏത്? EPS എന്ന് പറയുന്നത്. ദെൻ നമുക്കതിലുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 19. കാൽക്കുലേറ്റ് EPS ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹10 ഈച്ച്. എത്രയാണ്? 5 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അപ്പം 10 രൂപ വെച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ എത്ര ഷെയർ ഉണ്ടാവും അവിടെ? 50,000 ഷെയർ 10 രൂപ വെച്ചിട്ടാണ് 5 ലക്ഷം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ. ദെൻ 10% പ്രിഫറൻസ് ക്യാപിറ്റൽ ₹50 ഈച്ച്, ദാറ്റ് ഈസ് 4 lakh. അപ്പോൾ അവിടെ എത്രയായിരിക്കും മൊത്തം ഉണ്ടാവുക? 8,000 ആയിരിക്കും അല്ലേ? ദെൻ റേറ്റ് ഓഫ് ടാക്സ് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണ്? 3,80,000 ആണ്. അപ്പോൾ നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള നെറ്റ് പ്രോഫിറ്റാണ് 3,80,000. അപ്പോൾ അതിൻ്റെ 50% എന്ത്? ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ 3,80,000 50% കാണുക. ആ 50% എന്ത് ചെയ്യുക? 3,80,000 മൈനസ് ചെയ്യുക. എന്തായാലും സെയിമാണ് വരിക. കാരണം 50% എന്ന് പറയുമ്പോൾ 3,80,000 പകുതി ടാക്സ് ആയിട്ട് പോകും, പകുതി അവിടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്കവിടെ അറിയാം എന്താണ്? 5 ലക്ഷമാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതിൽ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർ കാണാൻ എന്ത് ചെയ്താൽ മതി? 5 ലക്ഷം ഡിവൈഡഡ് ബൈ 10 കൊടുത്താൽ മതി. എത്രയാ? 50,000 ഷെയർ ആയിരിക്കും ഉണ്ടാവുക. 50,000 ഷെയർ 10 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് 5 ലക്ഷം ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടാക്സ് കഴിച്ചിട്ടാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് നോക്കണം, അതേപോലെ തന്നെ എത്രയാണ് ടാക്സ് കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് നോക്കണം. നിങ്ങൾ നോക്കുക, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് മൈനസ് ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ 3,80,000 നിന്ന് ടാക്സും മൈനസ് ചെയ്യണം, അതേപോലെ തന്നെ എന്ത് മൈനസ് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡും മൈനസ് ചെയ്യണം. നമുക്ക് ആദ്യം നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണാം, അതിൽ നിന്ന് നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് 3,80,000 ആണ്, അതായത് ബിഫോർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് 3,80,000 ആണ്. 3,80,000 50% മൈനസ് ചെയ്യുക. 3,80,000 50% എന്ന് പറഞ്ഞാൽ 1,90,000 തന്നെയാണ്. അപ്പം 3,80,000 നിന്ന് 1,90,000 മൈനസ് ചെയ്താൽ എന്ത് തന്നെയാണ് കിട്ടുക? 1,90,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 1,90,000 നിന്ന് എന്തുകൂടി മൈനസ് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡും കൂടി മൈനസ് ചെയ്താലേ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട് 4 ലക്ഷമാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ. പിന്നെ ഈ പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ മുന്നേ കൊടുക്കുന്ന ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അവർക്കുള്ള ഡിവിഡൻഡിൻ്റെ പെർസെൻറ്റേജാണ്. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ മുകളിൽ 10% അവർക്ക് എന്ത് ചെയ്യണം? ഇയർലി ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 40,000 ആണ് എന്ത്? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അപ്പോൾ 4 lakh ഇൻറ്റു 10/100, ദാറ്റ് മീൻസ് 4 lakh ഇൻറ്റു 10%, 40,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് 1,90,000 ആണ് ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. അതിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് 40,000 മൈനസ് ചെയ്യാം. 1,50,000 ആണ് ആർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഏർണിങ്സ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 1,50,000. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? നമ്മൾ പറഞ്ഞു ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 5 lakh ആണ് പറയുന്നത്. എത്ര രൂപയായിരുന്നു? 10 രൂപയാണ് ഒന്നിന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മൊത്തം ഷെയർ എത്ര ഉണ്ടാവും? 50,000 ഷെയർ. അപ്പം നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ദാറ്റ് ഈസ് 1,50,000 ഡിവൈഡഡ് ബൈ 50,000, ദാറ്റ് ഈസ് ₹3 ആണ് എന്ത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത്. അതായത് 50,000 ഷെയർസ് ഉള്ളതിൽ അതിലൊരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് എത്രയാണ്? ₹3 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് ₹3 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏർണിങ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.